everyone. ഇനി അവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഫ്രാഗ്മെന്റ്സ് ഇൻ ആൻഡ്രോയിഡ്. ഫ്രാഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് സ്ക്രീനിന് വേണ്ടി ആക്ടിവിറ്റീസിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് ഫ്രാഗ്മെന്റ്സ്. എ ഫ്രാഗ്മെന്റ് റെപ്രസെന്റ് എ ബിഹേവിയർ ഓർ എ പോർഷൻ ഓഫ് യൂസർ ഇന്റർഫേസ് ഇൻ എ ഫ്രാഗ്മെന്റ് ആക്ടിവിറ്റി. You can combine multiple fragments in a single activity to build a multi-plane UI and reuse a fragment in multiple activities. ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിനെ ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ്സായി സ്പ്ലിറ്റ് ചെയ്യാം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഒരു ഫ്രാഗ്മെൻറ്റ് തന്നെ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. Fragment is a modular section of an activity which has its own life cycle, receive its own input events, and which you can add or remove while the activity is running. ആക്ടിവിറ്റി പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റിയിലെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന് സ്വന്തമായിട്ട് ലൈഫ് സൈക്കിളിനും അതിന് വേണ്ട ഇൻപുട്ട് റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഉണ്ട്. അതുപോലെ തന്നെ ആക്ടിവിറ്റീൻ്റെ റൺ ടൈമിൽ തന്നെ ഫ്രാഗ്മെന്റിനെ റിമൂവ് ചെയ്യാനും ആഡ് ചെയ്യാനും സാധിക്കും. എ ഫ്രാഗ്മെന്റ് മസ്റ്റ് ആൾവേസ് ബി ഹോസ്റ്റഡ് ഇൻ ആൻ ആക്ടിവിറ്റി ആൻഡ് ദ ഫ്രാഗ്മെന്റ്സ് ലൈഫ് സൈക്കിൾ ഈസ് ഡയറക്ട്ലി എഫക്റ്റഡ് ബൈ ദ ഹോസ്റ്റ് ആക്ടിവിറ്റീസ് ലൈഫ് സൈക്കിൾ. ഫ്രാഗ്മെന്റ് ചെയ്യാൻ വേണ്ടി ഒരു ആക്ടിവിറ്റി വേണം. അതുകൊണ്ട് തന്നെ ആക്ടിവിറ്റിയുടെ ലൈഫ് സൈക്കിൾ ഫ്രാഗ്മെന്റ് ലൈഫ് സൈക്കിളായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അടുത്തതാണ് വരുന്നത് ഓൺ ക്രിയേറ്റ്. ഈ ഓൺ ക്രിയേറ്റിൽ ആണ് ഫ്രാഗ്മെന്റ് ക്രിയേറ്റ് ആവുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഓൺ ക്രിയേറ്റ് വ്യൂ. ഇവിടെയാണ് കോമ്പോണന്റ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ഓൺ ആക്ടിവിറ്റി ക്രിയേറ്റഡ്. ഇവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ വർക്കിംഗ് തുടങ്ങുന്നതും. ഓൺ സ്റ്റാർട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യും. ഓൺ റെസ്യൂമിൽ റെസ്യൂം ചെയ്യും. ഈ ഓൺ റെസ്യൂമിലെ ആക്ടിവിറ്റി കംപ്ലീറ്റ്ലി റൺ ആകും. നെക്സ്റ്റ് വരുന്നതാണ് ഫ്രാഗ്മെന്റ് ഈസ് ആക്റ്റീവ്. ഫ്രാഗ്മെന്റ് ആക്റ്റീവ് ആവാണ് ചെയ്യുന്നത്. ഇനി ആക്ടിവിറ്റി ബാക്ക് പോവുകയാണെങ്കിൽ ചെയ്തുകൊണ്ട് നിന്ന ആക്ടിവിറ്റി പോസ് ആകും. വീണ്ടും ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആ പോസ് ആയത് സ്റ്റോപ്പ് ആകും. എന്നിട്ട് അത് ഓൺ ഡിസ്ട്രോയ് വ്യൂയിലേക്കാണ് ചെല്ലുന്നത്. ലാസ്റ്റ് അത് ഡിറ്റാച്ച് ചെയ്യും. ഇനി എന്തെങ്കിലും നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ട് നമ്മൾ പേജ് മാറി പോവുകയാണ്. അത് കഴിഞ്ഞ് റെസ്യൂം ചെയ്തിട്ട് വീണ്ടും ആ പേജ് വ്യൂയിലേക്ക് വരികയാണെങ്കിൽ അത് ഓൺ ക്രിയേറ്റ് വ്യൂയിലേക്ക് ജമ്പ് ചെയ്യും. The fragment life cycle begins when it is attached to an activity. Life cycle methods for fragments. ഈ ഫ്രാഗ്മെന്റ് ലൈഫ് സൈക്കിൾ ബിഗിൻ ചെയ്യുന്നത് ഇതൊരു ആക്ടിവിറ്റിയുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോഴാണ്. അതിൽ ഓൺ അറ്റാച്ച് ആക്ടിവിറ്റി എന്താ നോക്കാം. ഇറ്റ് ഈസ് കോൾഡ് വൺസ് വെൻ ദ ഫ്രാഗ്മെന്റ് ഈസ് അറ്റാച്ച്ഡ് ദ ന്യൂ ആക്ടിവിറ്റി. ഒരു ഫ്രാഗ്മെന്റ് ന്യൂ ആക്ടിവിറ്റി ആയിട്ട് അറ്റാച്ച് ചെയ്യുന്ന ടൈമിൽ ഇത് ഒരു തവണയെ കോൾ ചെയ്യുകയുള്ളൂ. അടുത്ത ഓൺ ക്രിയേറ്റ് ബണ്ടിൽ. ദ സിസ്റ്റം കോൾസ് ദിസ് മെത്തേഡ് എ ഫ്രാഗ്മെന്റ് ഈസ് ക്രിയേറ്റഡ്. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ആൻഡ് യു ഷുഡ് ഇംപ്ലിമെന്റ് ദ എസെൻഷ്യൽ കോമ്പോണൻസ് ഓഫ് ദ ഫ്രാഗ്മെന്റ് ഇൻ ദിസ് മെത്തേഡ്. ഒരു ഫ്രാഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കോൾ ചെയ്യുന്നതാണ് ഈ മെത്തേഡ്. ഈ മെത്തേഡ് കോൾ ചെയ്യുന്ന ടൈമിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പോണൻസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓൺ ക്രിയേറ്റ് വ്യൂ. This method is called when the fragment returns back to the layout from the back stack. This method usually returns a view component, but if the fragment doesn't have a UI, then you can return a null. ഇവിടെ വരുന്നത് ഒരു UI ഫ്രാഗ്മെന്റ് ഇനീഷ്യലൈസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഓൺ ആക്ടിവിറ്റി ക്രിയേറ്റഡ്. This method is called when the host activity is created, but this time we can even access the fragments view using the find view by id method. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഹോസ്റ്റ് ആക്ടിവിറ്റി ക്രിയേറ്റ് ആവുകയും അതിന് നമുക്ക് കോൾ ചെയ്യാം. ഇനി ഫ്രാഗ്മെന്റിനെ ആക്സസ് ചെയ്യാനും ഇവിടെ നിന്നും പറ്റും. അടുത്താണ് ഓൺ സ്റ്റാർട്ട്. ദിസ് മെത്തേഡ് ഈസ് കോൾഡ് വെൻ ദ ഫ്രാഗ്മെന്റ് ബിക്കം വിസിബിൾ ഓൺ ദ ഡിവൈസ് സ്ക്രീൻ. ഓൺ സ്റ്റാർട്ടിൽ ഡിവൈസ് സ്ക്രീനിൽ ഫ്രാഗ്മെന്റ്സ് വിസിബിൾ ആവുകയാണ് ചെയ്യുന്നത്. അടുത്ത ഓൺ റെസ്യൂമിൽ റെസ്യൂം ചെയ്യുന്നു. നമ്മൾ ബാക്ക് പോകുമ്പോൾ അടുത്ത ഓൺ പോസ്. ദിസ് ഈസ് വെൻ എ ഫ്രാഗ്മെന്റ് ഈസ് നോ ലോങ്ങർ ഇന്ററാക്റ്റീവ് ആൻഡ് ദ യൂസർ ഈസ് അബൌട്ട് ടു ലീവ് ദ ഫ്രാഗ്മെന്റ്. At this point, it is suggested to save any data for the existing user session if required. ഇവിടെ പറഞ്ഞ യൂസർ യൂസ് ചെയ്യുന്നില്ല, യൂസർ ഈ ഫ്രാഗ്മെന്റ് യൂസ് ചെയ്യുന്നില്ല, അവിടെ നിന്നും ലീവ് ചെയ്യാണ്. ലീവ് ചെയ്യുന്നതിന് മുമ്പ് അവിടെയുള്ള ഡാറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നുണ്ട്.
On stop, this method is called when the fragment is no longer visible. Fragment visible ആവാത്ത ടൈമിലാണ് ഓൺ സ്റ്റോപ്പ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓൺ ഡിസ്ട്രോയ് വ്യൂ, this is called when the fragment is to be destroyed. Here you can do the clean up the resources before the fragment is destroyed. ഓൺ ഡിസ്ട്രോയ് യൂസ് ചെയ്യുന്നത് ഇവിടെ വിസിബിൾ ആവാത്ത ടൈമിലാണ് ഓൺ ഡിസ്ട്രോയ് യൂസ് ചെയ്യുന്നത്. On destroy, this is called for the final cleanup fragment state. Final cleanup fragment സ്റ്റേറ്റിലെ final cleanupലാണ് on destroy കോൾ ചെയ്യുന്നത്. On detach, it is called just before the fragment is detached from the host activity. host activity നിന്ന് ഫ്രാഗ്മെന്റ് ഡിറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പെയാണ് ഇത് കോൾ ചെയ്യുന്നത്.